നമസ്കാരം. ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കുന്നതിൽ കരാറുകാരൻ 3 തവണ വാക്ക് തെറ്റിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ എന്ന MLA തനി കമ്മ്യൂണിസ്റ്റായ ഒരു ദൃശ്യം പുറത്തേക്ക് വരികയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിന് സമീപമുള്ള കല്ലമ്പള്ളി എന്ന പ്രദേശം. ഈ കല്ലമ്പള്ളിയിൽ നിന്ന് അകത്തേക്ക് ഒരു റോഡ് തിരിയുന്നുണ്ട്. നേരെ ചെമ്പക സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം 500ഓളം അടുത്ത് വീടുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. ഈ വഴി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ദുരിതക്കയമാണ്. ദുരിതക്കയമെന്ന് പറഞ്ഞാൽ 3 കരാറുകാർ ഏറ്റെടുത്ത വർക്കാണ്. അവിടെ വാട്ടർ അതോറിറ്റി വലിയ കുടിവെള്ള പൈപ്പ് താഴ്ത്തുന്നുണ്ട്, അതിനോടൊപ്പം ഓട നിർമ്മാണം, മറ്റൊന്ന് ഗ്യാസ് പൈപ്പ് ലൈൻ. അങ്ങനെ ഒരു റോഡിൽ ഒരേ സമയം 3 നിർമ്മാണ പ്രവർത്തനം. ഏകദേശം 2 വർഷത്തോളമായി ഈ കരാർ ഏറ്റെടുത്തവർ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം മഴയുടെ കാരണം പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും പലതവണ മീറ്റിംഗ് വിളിച്ചു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 1 മാസം മുന്നേ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഇക്കഴിഞ്ഞ 15-ാം തീയതി, അതായത് നവംബർ 15-ന് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് തീയതി നവംബർ 25-ആയി. എന്നിട്ടും ആ ദുരിതപൂർണമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടി ഒച്ചിഴയുന്ന വേഗത്തിൽ തന്നെയാണ്. കരാറുകാർക്ക് എന്തോ രാഷ്ട്രീയ താല്പര്യമുള്ളതുപോലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. മഴയാണ് കാരണമെന്നുള്ള രീതിയിൽ വീണ്ടും വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം എത്തിയപ്പോഴാണ് ഇന്നിപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് പോയി നിന്ന് വിലയിരുത്തുന്നുണ്ട്. എന്നിട്ടും വേണ്ടത്ര രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാതെ വന്നപ്പോൾ കടകംപള്ളി പൊട്ടിത്തെറിച്ചു. നിങ്ങളോടൊക്കെ പറയണം, നിങ്ങൾ മെറ്റിലടിച്ചാൽ മതി. വാഹനം പോകാനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ? മഴ തീർന്നിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. മഴ എല്ലാ ദിവസവും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെപ്പോഴും അടയ്ക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളൊരു കോപ്പും ചെയ്തില്ലെങ്കിലും ആർക്കും കണക്ഷൻ കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. അപ്പൊ ഇപ്പോഴൊന്നും ഈ റോഡ് ഇടാൻ പറ്റൂല. ഈ റോഡ് ഇടാൻ പറ്റൂല. നിങ്ങൾ ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. മര്യാദയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി ചേന്തിയിൽ ബാലൻസ് എത്ര മാസം കൂടെ എടുക്കുമെന്നാ? മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കുന്നുണ്ട്. അതിലുണ്ട്. ആവാത്ത പണിയൊന്നും എടുത്ത് ഉണ്ടാക്കണ്ടായിരുന്നല്ലോ. അവന്മാർക്ക് ഇത് ഇത്രയും ദിവസമായിട്ട് അത് എടുത്ത് വെക്കാൻ മേലായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പണി ഇവിടെ നടക്കുന്നുണ്ടോ? വെക്കുന്നതിനെന്താ പിന്നെ തടസ്സം എന്താ? അവനോട് ആളെ വെച്ചിട്ട് ഇത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ. നിങ്ങളും കൂടെ വന്നേ. നിങ്ങൾ കുഴിച്ചതിന്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ? ചെളി മാറ്റിയാൽ ഇവിടെ തറയുണ്ട്, റോഡുണ്ട്. കാണുന്നില്ലേ? JCB ഒന്നും വേണ്ട. ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത്. JCB വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുകളിലത്തെ ചെളി JCB വെച്ച് ചെയ്യാൻ പറ്റില്ല. JCB വെച്ച് വീണ്ടും കുത്തി ഇളക്കാനായിരിക്കും പരിപാടി അല്ലേ? അങ്ങനെയൊന്നും JCB വെച്ച് ചെയ്യാൻ പറ്റില്ല. JCB വെച്ച് ചെളി മാറ്റാൻ പറ്റുമോ? മാൻ പവർ ഉപയോഗിച്ച് ചെളി മാറ്റണം. പതുക്കെ കുത്തിയാൽ മതി. ഇതുപോലെ കൊത്തിയാൽ കിട്ടും. നിങ്ങൾ വേറെ എന്തോന്നാ ചെയ്യാൻ പോകുന്നത് ഇവിടെ? ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? അതെടുത്ത് മൂടാൻ നിങ്ങൾക്ക് വയ്യായിരുന്നോ? ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം? ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണം? അത് പറഞ്ഞാൽ മതി. JCB വെച്ച് ഇത് വീണ്ടും കുത്തി പൊളിക്കാൻ അങ്ങ് എങ്ങനെ ആയിപ്പോട്ടെന്ന് വിചാരിച്ചിരിക്കുക. അവിടെയാണെങ്കിൽ ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. എത്ര ദിവസമായിട്ട് അതങ്ങനെ കിടക്കുകയാണ്? എത്ര ദിവസമായിട്ട്? അങ്ങേറ്റത്ത് എന്താ ചെയ്യാൻ പോണത്? അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇവിടുത്തെ ചെളി മുഴുവൻ മാറ്റി കൊടുക്കണം. ഒരു കാറ് പോകത്തക്ക തരത്തിൽ മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ ചെളി മാറ്റി കൊടുക്കണം. ഒരു വാഹനം പോകത്തക്ക കാര്യത്തിൽ. അങ്ങേറ്റത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ വെട്ടിത്തോണ്ടിയിട്ടേക്കുന്ന സ്ഥലത്തെ ഒരു വാഹനം പോകത്തക്ക തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് പ്രയാസം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇതെന്താ ചെയ്യാൻ പോകുന്നത് ഇവിടെ? ഏ ഏ അല്ല, ഇങ്ങോട്ടേക്ക് ഈ വാഹനം തന്നെ വന്ന് അവിടെ പൂന്തി കിടക്കുന്നതാണെന്നില്ലേ? ചെളി ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താൽ ഒരു വാഹനത്തിൽ വരാനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ? കേരളത്തിലെ ചില കരാറുകാർക്കും രാഷ്ട്രീയമുണ്ടോ എന്നുള്ള സംശയം തോന്നിപ്പോകുന്നത് ഇവിടെയൊക്കെയാണ്. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ പലയിടങ്ങളിലും വലിയ വീഴ്ച വരുത്തുന്നുണ്ട്. അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഏകദേശം ആ റോഡ് ദൃശ്യത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അതായത് ഇടുങ്ങിയ റോഡാണ്. ഏകദേശം 500ഓളം വീട്ടിലെ മനുഷ്യർ കടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അതിൽ ആശ്രയിക്കുന്നത് 2 വീലർ അല്ലെങ്കിൽ 4 വീലർ ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നോ അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നോ എന്നൊരു ഉത്തരവാദിത്തമല്ല. ഇക്കാര്യത്തിലൊക്കെ ഒരു വലിയ മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടില്ല എന്നല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ട് എത്ര പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ പറ്റൂ എന്നുള്ളതിനൊക്കെ ഒരു നിശ്ചിത സമയം നിർണ്ണയിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഈ അടുത്ത ദിവസം മീറ്റിംഗ് വിളിച്ചപ്പോഴും 1 മാസത്തിനകത്ത് തീർത്തു കൊടുക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷവും അതും പാലിക്കാത്തൊരവസ്ഥ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നത്? ഇനി ഉപദേശമോ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഴി മുഴുവൻ ആരാണ് കേൾക്കേണ്ടത്? അതായത് എന്തെങ്കിലും ഇത് നന്നായി കഴിയുമ്പോഴത്തേക്കും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനങ്ങൾ അവർ ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതിനൊരു അറുതി വരില്ലേ എന്ന് സ്വാഭാവികമായി തോന്നില്ലേ? ആ തോന്നലിന് മറുപടി പറയാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ കരാറുകാർക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കാണ് വരുന്നത്. ആ നിലയ്ക്ക് ഇവരുമായിട്ട് പലതവണ ആശയപരമായിട്ട് നിങ്ങൾ തീർക്കണം. കാര്യം ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ബുദ്ധിമുട്ടുന്നുണ്ട്. 3 കരാറുകാരും 3 കോണിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം പറഞ്ഞ സമയം കൂടി കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ നിലയ്ക്ക് തന്നെ ഇന്നിപ്പോ ഉദ്യോഗസ്ഥരെ പറപ്പിച്ചപ്പോൾ ഉടനടി തീർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ടു കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ചില ഇടങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ജനപ്രതിനിധിയുടെ ധാർഷ്ട്യം എന്നുള്ള നിലയ്ക്കൊക്കെ ചിലപ്പോൾ വിമർശനം ഉയരാമെങ്കിലും ഇക്കാര്യത്തിലൊക്കെ ജനങ്ങൾ കാണേണ്ടതുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച വരുത്തുന്നത്. ഒരു കരാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ശ്രീകാര്യം പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് പ്രാദേശികമായിട്ടുള്ള ഇടറോഡുകളിൽ കൂടി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ വേണ്ടെന്നല്ല, വികസന പ്രവർത്തനങ്ങൾ വേണം. പക്ഷേ അതിനൊക്കെ ഒരു നിശ്ചിത ടൈം പീരീഡ് നിശ്ചയിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ജനമാണ് അനുഭവിക്കുന്നത്. അതിലൂടെയാണ് അവർ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെയൊക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. പക്ഷേ അത്തരം അവസ്ഥകൾ വരണമെന്ന് ചില കരാറുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം കൊണ്ടോ മറ്റോ കൊണ്ടോ ഇങ്ങനെയിട്ട് പണി ഇഴപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഗതികെട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന MLA അദ്ദേഹം MLA പദവി അങ്ങ് മാറ്റിവെച്ചിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വളരെ ശക്തമായിട്ട് കരാറുകാരുമായിട്ടും അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഫോണിൽ വിളിച്ചും അല്ലാതെയും പറപ്പിക്കേണ്ട അവസ്ഥ വന്നു. അതിനുശേഷം നിർമ്മാണം കുറച്ച് വേഗത്തിലാക്കിയിട്ടുണ്ട്. താഴ്ന്നു മുതൽ ചല്ലിയിട്ട് വരുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഏറ്റവും പെട്ടെന്ന് തീർത്തു കൊടുക്കാനുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ കൂടി ഈ കരാറുകാർക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ മഴയുടെ ഒരു കാര്യം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴ ഇടവിട്ട് പെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അത് നോക്കി നിൽക്കുമ്പോൾ പണി അനന്തമായി നീളുന്ന സാഹചര്യമാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുന്നത് ജനങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒടുവിൽ കരാറുകാർക്കെതിരെ വളരെ ശക്തമായി കടകംപള്ളിക്ക് കരാറുകാർക്കെതിരെ സംസാരിക്കേണ്ടി വന്നത്. എന്തായാലും ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്.